പ്രസാദ്, കേൾക്കാമെങ്കിൽ വെള്ളം പമ്പ് ചെയ്ത് പരിശോധനയ്ക്ക് തിരച്ചിലിന് വഴിയൊരുക്കുക എന്നതിലേക്ക് കടന്നിരിക്കുന്നു ദൗത്യ സംഘം. അതിശക്തമായി വെള്ളം പമ്പ് ചെയ്താൽ ഇവിടെ പാറ പോലെ ഉറച്ചിരിക്കുന്ന മാലിന്യം അത് നീക്കാനാകും എന്നുള്ള പ്രതീക്ഷയാണോ ഇപ്പോൾ ഉള്ളത്? അത് തന്നെയാണ് സ്മൃതി. അതായത് ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങിയ രക്ഷാദൗത്യമാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, അതുപോലെ ഫയർഫോഴ്സിൻ്റെ തന്നെ സ്കൂബ ടീം, ഇന്ന് രാവിലെ മുതൽ NDRFിൻ്റെ പ്രത്യേക സംഘം, ഇവരെല്ലാവരും വന്ന് ഏതാണ്ട് 30 മണിക്കൂറിലേറെ പരിശ്രമിച്ചുകൊണ്ട് എല്ലാ തലങ്ങളിലും പരിശോധന നടത്തി. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കണക്ക് പ്രകാരം 117 മീറ്ററാണ് നീളമുള്ളത്. പക്ഷേ റെയിൽവേ ഇന്ന് ഹാജരാക്കിയ സ്കെച്ച് പ്രകാരം 99.5 മീറ്റർ ദൂരമാണ് ഇവിടേക്ക് ഉള്ളതെന്നാണ് ആ സ്കെച്ച് പറയുന്നത്. ആ സ്കെച്ച് അനുസരിച്ചാണ് ഇന്നിപ്പോൾ ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും ടീം അംഗങ്ങൾ ഇവിടെ രക്ഷാദൗത്യം പുരോഗമിപ്പിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ സമയം വരെ നടത്തിയ പ്രവർത്തനം എന്നുള്ളത് ഈ പറയുന്ന ടണലിനകത്തേക്ക് കയറിയുള്ള പരിശോധനയായിരുന്നു, സെർച്ചിങ് ആയിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സ്കൂബ ടീം എത്തി. അവർ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ തുടക്കത്തിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ആ തമ്പാനൂരും തിരുവനന്തപുരവും വന്നിട്ടുള്ളവർക്കറിയാം, റെയിൽവേ സ്റ്റേഷൻ്റെ മറുഭാഗം, അതായത് പവർ ഹൗസ് റോഡ് എന്ന് പറയും, 5ാമത് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം വരുന്ന ഭാഗത്താണ് ഈ ടണലിൻ്റെ ഓപ്പണിങ്. ഇത് തുടങ്ങുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ആ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ്. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് 5-10 മീറ്റർ മാത്രം മാറിയാണ് ഇന്നലെ ജോയിയെ കനത്ത മഴയിലെ വെള്ളത്തിൽ പെട്ടെന്ന് കാണാതാവുന്നത്. അവിടെ നിന്ന് ആ ജോയി അകത്തേക്ക് കയറി വന്നിട്ടുണ്ടാകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആദ്യം ആ ഭാഗത്തായിരുന്നു പരിശോധന നടത്തിയത്. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് സ്കൂബ് സംഘം കയറി അവർ ഏതാണ്ട് 30 മീറ്ററോളം ഇന്നലെ പരിശോധന നടത്തി. പിന്നീട് ഇന്ന് രാവിലെയും സ്കൂബ ടീം 3ഉം 4ഉം പ്ലാറ്റ്ഫോമിന് ഇടയിലുള്ള, അതായത് റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഈ ഓപ്പണിംഗ് കടന്നു വരുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. റെയിൽവേ സ്റ്റേഷനിലുള്ള ആ മാൻ ഹോള് തുറന്ന് അതിനകത്തേക്ക് കയറി അവിടെ നിന്ന് 40 മീറ്റർ അകത്തേക്ക് പോയി നോക്കി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 5ാമത്തെ പ്ലാറ്റ്ഫോം വരെയും വന്നു നോക്കി. എന്നിട്ടും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി തെരച്ചിൽ തുടങ്ങിയത്. ഇവിടെ ഇന്ന് ഉച്ചവരെ സ്കൂബ ടീം ഇറങ്ങിയിരുന്നില്ല. പക്ഷേ ഇന്നലെ ഫയർഫോഴ്സിൻ്റെ ഒരു സംഘം ഇവിടെ നിന്ന് 10 മീറ്റർ അകത്തേക്ക് നടന്നു പോയിരുന്നു. ഇവിടുന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ അധികം മാലിന്യമില്ല സ്മൃതി. നമുക്ക് ക്യാമറ ഇങ്ങോട്ടേക്ക് എനിക്ക് അടുത്ത് കാണുന്ന ഈ മാലിന്യ കൂമ്പാരം പൂർണ്ണമായി മാറ്റിയിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഈ ടണലിൻ്റെ ഓപ്പണിങ്ങിൽ നിന്നാണ്. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള 4 ലോഡ് നേരത്തെ തന്നെ പോയിരുന്നതായി ഇതിന് കരാറെടുത്തവർ പറഞ്ഞു. ഇത്രയേറെ മാലിന്യവും മാറ്റിയത് ഈ ഓപ്പണിങ്ങിൽ നിന്നായതുകൊണ്ടാണ് ഇവിടുന്ന് കുറച്ചും കൂടി ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഒരു 10 മീറ്റർ വരെ ഇന്നലെ പോകാൻ കഴിഞ്ഞു. ഇന്ന് ഈ പറയുന്നത് പോലെ സ്കൂബ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 15 മീറ്ററോളം അകത്തേക്ക് കയറി പരിശോധന നടത്തി. പക്ഷേ ആ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് മറ്റൊരു പദ്ധതിയെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നത്. കൂട്ടായ്മയോട് കൂടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അതായത് ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്. ഫയർഫോഴ്സിൻ്റെ ടീമിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂബ ടീം ഉള്ളത്. അതോടൊപ്പം തന്നെ NDRFിൻ്റെ ടീമുണ്ട്. അവർക്കും സ്കൂബ ടീമുണ്ട്, മുങ്ങൽ വിദഗ്ധരുണ്ട്. അതോടൊപ്പം തന്നെ ഇറിഗേഷൻ, ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ, റെയിൽവേ, ഈ എല്ലാ വിഭാഗങ്ങളും എല്ലാ വകുപ്പുകളും ചേർന്ന് ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. അങ്ങനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 ആശയങ്ങൾ അവർ കൈകാര്യം ചെയ്തത്. അതായത് അതിൽ ആദ്യത്തെ ആശയം ഇതായിരുന്നു. നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഒരു കൂറ്റൻ പൈപ്പ്, ആ കൂറ്റൻ പമ്പ് വഴി, ഇത് 15 HP വലിയ മോട്ടറാണ്. ഈ മോട്ടർ വഴി വെള്ളം പുറത്തേക്ക് അടിച്ചു കളയാൻ, അതായത് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് അടിച്ചു കളയാനുള്ള ഒരു നീക്കമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതേ സമയത്ത് തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം വരുന്ന വഴി ഇവിടെ ഒരു തടയണ പോലെ കെട്ടിക്കൊണ്ട് അതിലേക്ക് കൂടുതൽ വെള്ളം അടിച്ചു കയറ്റി പെട്ടെന്ന് ആ തടയണ തുറന്നു വിട്ട് അതേസമയം അപ്പുറം ഭാഗത്തു നിന്നും ശക്തമായി വെള്ളം തുറന്നു വിടുക എന്നുള്ളതായിരുന്നു. ഈ 2 ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷനിലെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ നിന്ന് വെള്ളം ഇവിടെ അടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഈ മാലിന്യം പൂർണ്ണമായി താഴേക്ക് അമരുകയും അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ജോയി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ അമർന്നു പോവുകയും പിന്നീട് കിട്ടാതാവാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ അവർ തിരഞ്ഞെടുക്കുന്നത്. തടയണ പോലെ വെള്ളം കെട്ടി നിർത്തി അതിലേക്ക് മാക്സിമം വെള്ളം കൊണ്ടുവന്നതിന് ശേഷം വളരെ ശക്തിയായി പമ്പ് ചെയ്തും അല്ലാതെയും വെള്ളം ഇങ്ങോട്ടേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ കടത്തിവിടുമ്പോൾ ആ തടഞ്ഞു കിടക്കുന്ന മാലിന്യത്തിനൊപ്പം കുടുങ്ങിക്കിടക്കുന്ന എവിടെയെങ്കിലും ജോയി ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിൻ്റെ മുന്നിലുള്ളത്. അങ്ങനെ ഒരു ഐഡിയ ആണ് പ്രയോഗിക്കുന്നത്. സ്മൃതി, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സമീപകാലത്ത് എന്നല്ല, കേരളം ഇതുവരെ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. തോട്ടിലും പുഴയിലും കുളത്തിലുമൊക്കെ വീണ് എത്ര സാഹസികമായ കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഈ സ്കൂബ ഡൈവേഴ്സ്. പക്ഷേ അവർക്ക് ഇവിടെയുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മാലിന്യം വഹിക്കുന്ന ഈ തോടാണ് എന്നുള്ളതാണ്. ഇതിൽ കൂടി ഒന്ന് നിവർന്ന് നടക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ ഈ കാണുന്ന ടണലിൻ്റെ ഉള്ളിൽ കൂടി അവർക്ക് നിവർന്ന് നടക്കാൻ കഴിയില്ല. കാരണം നേരത്തെ സ്കൂബ ടീം അവർ പറഞ്ഞതുപോലെ മാലിന്യം കട്ടിയായി ഉറച്ച് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ് 1/2 മീറ്ററോളം വണ്ണത്തിൽ. അതിൻ്റെ ഇടയിലൂടെ ഒന്ന് തല പൊക്കി നോക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഈ മാലിന്യത്തിനും താഴെയുള്ള നിലത്തിനും ഇടയിലൂടെയുള്ള വെള്ളത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടാണ് ഈ സെർച്ചിങ് പുരോഗമിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം അടിച്ചു കളഞ്ഞാൽ അതിനൊരു തടസ്സമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ആ പ്ലാൻ ഉപേക്ഷിക്കുകയും ഇപ്പോൾ തടയണ പോലെ കെട്ടി നിർത്തി മറുഭാഗത്തുനിന്ന് ശക്തമായി വെള്ളം അടിച്ച് കയറ്റി മാലിന്യം പൂർണ്ണമായി പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ച ഈ മാലിന്യ കൂമ്പാരം കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ നിന്ന് കോരുന്ന മാലിന്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പുറം ഭാഗത്ത്, അതായത് ടണലിൻ്റെ 50 മീറ്റർ ഇപ്പുറം ഇതുപോലെയുള്ള ധാരാളം മാലിന്യം വന്നിട്ടുണ്ട്. സ്മൃതി, നമുക്കിതിലേക്ക് നോക്കിയാൽ കാണാം, ഇതിൽ 90% വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. മറുഭാഗത്ത് പ്ലാസ്റ്റിക്കും കുപ്പികളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഉപയോഗിച്ചതുപോലെ തോന്നുമെങ്കിൽ കൂടിയും ഈ ഡ്രസ്സും അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ആമയിഴഞ്ചാൻ തോടിൻ്റെ അപ്പുറം ഭാഗം നമ്മൾ തിരുവനന്തപുരത്തെ തന്നെ നഗരവാസികൾ ഇതിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ മാലിന്യം തന്നെയാണ് ഇത്ര വലിയ ഒരു മാലിന്യ കൂമ്പാരം റെയിൽവേ സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഈ കനാലിൽ ഉണ്ടാക്കിയത്, ഈ ആമയിഴഞ്ചാൻ തോടിൽ ഉണ്ടാക്കിയത്. റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല മറ്റൊരു ഏജൻസിയെ ഏർപ്പെടുത്താനും അവർ തയ്യാറായിരുന്നില്ല. ട്രെയിനിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ പിന്നാലെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായി അവർ മാലിന്യ സംസ്കരണവും മാലിന്യ നിർമ്മാർജ്ജനവും വെച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും ഗുരുതരമായ കാര്യം. ഇതിനുവേണ്ടി കരാറെടുത്ത വ്യക്തിയോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഒരുപാട് വർഷം എടുക്കാത്ത രീതിയിൽ കട്ടിയിൽ കിടക്കുകയാണ് മാലിന്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആമയിഴഞ്ചാൻ തോടിലേക്ക് ഇത്രയേറെ മാലിന്യം വരുന്നത് സ്വാഭാവികമായും കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് തന്നെയാണ്. ഇത്രയേറെ മാലിന്യം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാലിന്യം കളക്ട് ചെയ്യുന്നവരും ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇത് തള്ളുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം വീട്ടുകാർ ഇട്ടാൽ ഇത്ര വലിയ മാലിന്യം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയെങ്കിൽ സംഘടിതമായി തന്നെ എവിടുന്നോ ഇതിലേക്ക് മാലിന്യം വരുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂബ ടീം അഭിമുഖീകരിക്കുന്ന പ്രശ്നം മാലിന്യത്തിലൂടെ നീന്തി ചെന്ന് ജോയിയെ കണ്ടെത്തുക എന്ന വെല്ലുവിളിയാണ്. ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങി, ഇന്നിപ്പോൾ സമയം 5:15 ആകുന്നു. എല്ലാ പ്രവർത്തനങ്ങളും നോക്കി ഈ പറയുന്ന 100 മീറ്ററിലേറെയുള്ള ടണലിലൂടെ എല്ലാം സഞ്ചരിച്ചു. എവിടെയും കാണാൻ കഴിഞ്ഞുമില്ല ജോയിയെ. പക്ഷേ ഇന്നിപ്പോൾ മറ്റ് തലങ്ങളിലേക്ക് പരീക്ഷണങ്ങൾ തുടരുകയാണ്. ഏറ്റവും അവസാനത്തെ ഒരു ഐഡിയ എന്ന നിലയിലാണ് വലിയ പ്രസാദ്, അവസാനത്തെ ശ്രമം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് മാലിന്യം തള്ളി മാറ്റിക്കൊണ്ട് ഇവിടെ പരിശോധന നടത്താമെന്നുള്ള പ്രതീക്ഷ. പ്രസാദാണ് വിശദമായി തന്നെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.